ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ല. 20 വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലുമായില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. പുനരധിവാസത്തിനായി 2,40,00,000 രൂപ KPCCക്ക് കൈമാറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം. 2,80,00,000 ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത്, ഞങ്ങൾ പ്രഖ്യാപിച്ചത് 8 ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന 30 വീടുകൾ നിർമ്മിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2,40,00,000 രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്ക് അതിന് ചുമതല കൊടുത്തതും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 84 ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമാഹരിക്കപ്പെട്ടതും മുഴുവൻ അക്കൗണ്ടിലൂടെയാണല്ലോ, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആരും പണം കയ്യിലേക്ക് തരികയല്ല. എല്ലാ അസംബ്ലി കമ്മിറ്റികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. ആ പണം വളരെ ഭദ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പക്കലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസവും KPCC പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ KPCC അതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രോമിസ് ചെയ്ത 30 വീടിൻ്റെ പണം ഞങ്ങൾ KPCCക്ക് കൈമാറും. 2,80,00,000. നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, ഇത് ഡിവൈഎഫ്ഐ ഒക്കെ വീടുകൾ വെച്ച് നൽകി, യൂത്ത് കോൺഗ്രസിന് പറ്റിയില്ല എന്ന വിമർശനമാണ്. തുടങ്ങാൻ പോലും സാധിച്ചില്ല. അതിലുള്ള പ്രതികരണമാണ് രാഹുൽ അറിയിക്കുന്നത്. ഞങ്ങൾ പണം പിരിച്ചു, അതിന്റെ ആദ്യഘട്ടം 84 ലക്ഷം രൂപ കൊടുത്തു എന്ന്. ഇത് എങ്ങനെയാണ് വിമർശനം ഉയരുന്നത്? ഏതെങ്കിലും താഴെ ഘടകങ്ങളുള്ള ഒരു ഉദാസീനതയാണോ ഈ പരിപാടിയെ ഇഴയിപ്പിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വിമർശനം രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ വിശദീകരണം. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2,80,000 രൂപ, അതായത് 2,80,00,000 രൂപ, 8 ലക്ഷം രൂപ വെച്ച് ഒരു വീടിന് ചെലവാകുന്ന രീതിയിൽ 30 വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് 2,40,00,000 രൂപ പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ 80 ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഒരു വിശദീകരണം നൽകുന്നത്. മാത്രവുമല്ല, ഇനി യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നില്ല, പകരം KPCC വീട് വെച്ച് നൽകാൻ തുടങ്ങുമ്പോൾ ഈ പൈസ KPCCക്ക് പണം KPCCക്ക് നൽകാനാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ സംസ്ഥാന പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച അത് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നടന്നത് പ്രായപരിധിയുമായി ബന്ധപ്പെട്ടാണ്. 35 വയസ്സ് എന്നുള്ള പ്രായപരിധി 40 ഉയർത്തണം എന്നുള്ളതായിരുന്നു ചർച്ച. പക്ഷേ അതിൽ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും, അതായത് 12 ജില്ലാ കമ്മിറ്റികളും ആ തീരുമാനത്തോട് നേതൃത്വം മുന്നോട്ട് വെച്ച പ്രായപരിധി ഉയർത്തൽ എന്നുള്ള നിർദ്ദേശം തള്ളിക്കളയുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വിമർശനം ഉയർന്നു എന്നുള്ള ഒരു വാർത്ത രാവിലെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞല്ല, ജനപ്രതിനിധികളാകുന്നവർ അല്ലെങ്കിൽ ജനപ്രതിനിധികളായവർ ഈ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് ഒഴിയണം എന്നുള്ളതായിരുന്നു ഒരു വിമർശനം ഉയർന്നത്. എന്നാൽ അത്തരത്തിലൊരു വിമർശനം ഉയർന്നില്ല എന്ന് മാത്രവുമല്ല, രാഹുലിന്റെ ഒരു വിശദീകരണം, നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി ആരെങ്കിലും നോമിനേറ്റ് ചെയ്തതല്ല, മറിച്ച് തിരഞ്ഞെടുത്തതാണ്. താഴെത്തട്ടിൽ മുതൽ തിരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു വന്നവരാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ. ആ കമ്മിറ്റിയിൽ എന്തായാലും ഒരു പാർട്ടിയിലെ സമ്മേളനങ്ങളിൽ നടക്കുന്ന വിമർശനങ്ങൾ മാധ്യമങ്ങളിൽ അത് കൃത്യമായ വാർത്തകളായി വരുമ്പോൾ അത് വന്ന് സമ്മതിക്കാറില്ല. അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കലാണ് പതിവ്. അതിവിടെ തുടരുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസിന് പറഞ്ഞ പോലെ വേഗത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പണമൊക്കെ കണ്ടെത്താൻ കഴിയട്ടെ.